നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ ശരീരം ഈ ഭൂമിയിൽ അഴുകിപ്പോവും. പക്ഷെ നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ ഒരിക്കലും നശിക്കില്ല എന്ന് ക്വാണ്ടം ഫിസിക്സും നമ്മുടെ വേദാന്തവും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് പുനർജന്മത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഞാൻ പഠിച്ച ജ്യോതിഷത്തിലാണെങ്കിലും വേദാന്തത്തിലാണെങ്കിലും ഞാൻ വായിച്ച ഭഗവത്ഗീതയിലാണെങ്കിലും ക്വാണ്ടം ഫിസിക്സിലാണെങ്കിലും എല്ലാത്തിലും പറയുന്ന ഒരു കാര്യം മാത്രമാണ്: പുനർജന്മം ഉണ്ട്. ഒന്ന് സ്ഥലരൂപം, അതായത് ഫിസിക്കൽ ബോഡി. രണ്ട് സൂക്ഷ്മരൂപം, അതായത് സബ്റ്റിൽ ബോഡി. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതിന് നമ്മൾ പ്രാണൻ, ആത്മാവ് എന്നൊക്കെ പറയും. ക്വാണ്ടം ഫിസിക്സുകാർ അതിനെ എനർജി എന്ന് പറയും. പാരാസൈക്കോളജിസ്റ്റിന് അതിനൊരു കോൺഷ്യസ്നെസ്സും പറയാറുണ്ട്. ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിലനിൽക്കുന്ന കാലം വരെ മാത്രമേ നമ്മുടെ ഫിസിക്കൽ ബോഡി നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഫിസിസ്റ്റായ റോബർട്ട് ലാൻസിയുടെ ബയോസെൻട്രിസം സിദ്ധാന്തം അനുസരിച്ച് ഈ കോൺഷ്യസ്നെസ് ഇല്ലേ, അത് ഉണ്ടാക്കുന്നത് ശരീരമല്ല എന്നാ പറയുന്നത്. അതായത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡി നശിച്ചാലും നിങ്ങളുടെ ഇൻഫർമേഷൻ അന്തരീക്ഷത്തിൽ എന്തായാലും ഉണ്ടാവും തന്നെ പറയുന്നത്. നമ്മൾ ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ, എൻ്റെ ശരീരം ഞാൻ പറയുമ്പോഴും ഞാൻ ആര് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഈ സൂക്ഷ്മ ശരീരം ഫിസിക്കൽ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാതാവും പറയാം. അതായത് നമുക്ക് ആദ്യം സംസാരിക്കാൻ കഴിയില്ല, പിന്നെ അടുത്തത് കണ്ണ് മങ്ങിത്തുടങ്ങും, അത് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതാവും, ശ്വാസം നിൽക്കും, ഏറ്റവും അവസാനമാണ് ചെവി ഇല്ലാതാവുക. അവിടെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം നിശ്ചലമായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആത്മാവ് എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വെറും കോൺഷ്യസ് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കോൺഷ്യസിന് നിങ്ങളുടെ ബോഡിക്ക് കിട്ടുന്ന സൗണ്ട്, കാഴ്ച, ഹ്യൂമൻ ബ്രെയിന്, വികാരങ്ങള്, വിചാരങ്ങള് ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അതെല്ലാം ശരീരത്തിൻ്റെയാണ്, അല്ലാണ്ട് മനസ്സിൻ്റെ അല്ല. ഞാൻ പറയുന്നത് ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയുള്ളൂ. നിങ്ങളുടെ മനസ്സിന് ഒന്നും കാണാനും ഒന്നും കേൾക്കാനും കഴിയില്ല. എനിക്കും നിങ്ങൾക്കും എല്ലാം പ്രബലങ്ങളായ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതായത് വേദാന്തം അനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആത്മാവ് ഇതെല്ലാം സേവ് ചെയ്ത് വെക്കും. അതൊരു ഒബ്സഷനായിട്ട് മാറും, അതായത് നമ്മുടെ ആസക്തിയായിട്ട് മാറും. ഈ ആസക്തിയുടെ ഗതിയെ നമുക്ക് തടഞ്ഞു നിർത്താനേ കഴിയില്ല. നമ്മൾ മനസ്സിൽ സംഭരിക്കുന്ന ഈ വാസനകളും ഈ പ്രബലമായ ആഗ്രഹങ്ങളുമാണ്. ഈ ആഗ്രഹങ്ങൾ തന്നെയാണ് നമുക്ക് അടുത്ത ജന്മത്തിൽ വീണ്ടും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ശരീരം കിട്ടുന്നത്. ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു ഒഴിച്ചുകൂടാത്ത ഭാഗമാണ് ക്വാണ്ടം എൻലൈറ്റ്മെന്റ്. അതായത് രണ്ട് കണികകൾ എത്ര അകലെയാണെങ്കിലും അത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം എന്തായാലും ഉണ്ടാവും. ഈ വേദാന്തം പറയുന്ന ജന്മാന്തര ഗ്രഹങ്ങളും ജാതകത്തിലെ ഗ്രഹങ്ങളും നമ്മൾ തമ്മിലുള്ള ബന്ധവും ഈ ക്വാണ്ടം തത്വമായിട്ട് ശരിക്കും നന്നായിട്ട് തന്നെ ഒത്തുപോകുന്നുണ്ട്.